ഞാനും ഒട്ടും ശക്തരല്ല. ആദ്യം അവനെ പറുദീസയിൽ നിന്നും പുറത്താക്കി, പിന്നെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി പറുദീസയിലാക്കി. അവരും യഹോവയുടെ കൽപ്പന ലംഘിച്ചതോടെ പുറത്തായി. ഇന്ന് ഞാൻ അവർക്കധിപൻ. മോഷ്ടിച്ചും കലഹിച്ചും കുത്തിയും കുറ്റിയും കൊന്നും അവരെന്നെ ആനന്ദിപ്പിക്കുന്നു. ഇപ്പോഴിതാ അവനെ രക്ഷിക്കാൻ ദൈവം തന്റെ സ്വന്തത്തിനെ ഭാഗിലേക്ക് അയക്കുന്നു. ഇത് ഞാൻ തടയും. ഇത് നടക്കില്ല. ഭയപ്പെടേണ്ട, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ദൂതനാകുന്നു. നീയും നിന്റെ ഭാര്യ എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ന്യായപ്രമാണം തെറ്റാതെ പാലിക്കുന്നവരും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നു. മക്കളില്ലാത്തതിന്റെ മനോവ്യസനം നിങ്ങളെ ഏറെ അലട്ടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങൾക്കൊരു മകൻ ജനിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനെന്ന് എണ്ണപ്പെടും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അസംഭവ്യം. കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരമുണ്ടായില്ല. നേർച്ചകളും കാഴ്ചകളും നിങ്ങൾക്കൊരു ശിശുവിനെ തന്നില്ല. ശരാധനകൾ ബാധിച്ച് ഭക്തനായി തീർന്ന് നിനക്കൊരു കുഞ്ഞുങ്ങളും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊരു സമ്മതിക്കും. ഞാൻ പ്രായമായിരിക്കുന്നു. വയസ്സ്. അവൾക്ക് ഇനി കുട്ടികൾ എങ്ങനെയുണ്ടാകാനാണ്? സഖറിയ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് നീ അറിയുക. സന്തോഷകരമായ ഈ വാർത്ത അറിയിക്കുന്ന ഞാൻ, ഗബ്രിയേൽ എന്ന ദൈവദൂതൻ, യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനത്തെ അവിശ്വസിച്ചു ഞാൻ. ഇത് സംഭവിക്കും വരെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വരുന്നു. സംസാരിക്കാൻ കഴിയാതെ നീ മൂകനായിരിക്കും. തളർന്നിരിക്കുന്നല്ലോ. അങ്ങ് എന്താണ് ഒന്നും സംസാരിക്കാത്തത്? അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? കർത്താവിന്റെ ആലയത്തിൽ ധൂപാർപ്പണ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി നമുക്ക്
സംഭവിക്കും വരെ ഞാൻ ഊമനായിരിക്കും. നമ്മുടെ മകൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും. ജനനത്തിനു മുമ്പേ അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാവും. അവൻ പ്രവാചക പുസ്തകത്തിലെ വാഗ്ദത്തമായ കർത്താവിൻ്റെ വരവിനായി അവൻ്റെ പാത നിരപ്പാക്കുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പലരും നമ്മുടെ മകന്റെ ജനനത്തിൽ സന്തോഷിക്കും. നിനക്കറിയുമോ, അവന് ഏലിയാവിൻ്റെ ആത്മാവും ശക്തിയും ഉണ്ടായിരിക്കും. ഈ വലിയ ഭാഗ്യം നമുക്കുണ്ടായിരിക്കുന്നു. വരൂ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. കൃപ ലഭിച്ചവനെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. മറിയയുടെ കയ്യിൽ വചന പുസ്തകം എനിക്കടുക്കാൻ കഴിയുന്നില്ല. ഏയ് മറിയ, കന്യകയായ നീ ഗർഭം ധരിക്കുമോ? നീ അപമാനിതയാകും. നീ വെറുക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനെ ഞാൻ അറിയുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് പേടി തോന്നുന്നു. അത്യുന്നതങ്ങളുടെ ശക്തി നിന്റെ പേര് വരുന്നു. ഇതാ, പരിശുദ്ധാത്മാവും നിന്നിൽ ആവസിക്കുന്നു. അതിനാൽ തന്നെ നിന്റെ മകൻ പരിശുദ്ധൻ. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് ദൈവം മകനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി. നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. എലിസബത്തിന്റെ അടുക്കിലേക്ക് പോയി ഈ വാർത്ത പറയുക തന്നെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവൾ. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? നിന്റെ സ്വരം കേൾക്കവേ ശിശു എൻ്റെ ഉദരത്തിൽ തുള്ളിച്ചാടും. നീ ഭാഗ്യവതി. അതെ, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ രക്ഷകനിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ താഴ്മയെ ദൈവം കണ്ടിരിക്കുന്നു. ഇനി സകല തലമുറകൾക്കും ഞാൻ ഭാഗ്യവതി. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. ഭക്തന്മാർക്ക് ദൈവം കരുണ ചെയ്യുന്നു. അഹങ്കാരികളെ ദൈവം ചിതറിച്ചു കളയുന്നു. ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തുന്നു. വിശപ്പുള്ളവരെ നന്മ കൊണ്ട്